ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. കൂലി റിവ്യൂ ആണ്, ഡയറക്റ്റഡ് ബൈ ലോകേഷ് കനകരാജ്. റൈറ്ററും ലോകേഷ് തന്നെയാണ്. ഒരു കൊളാബ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ചെറിയ രീതിയിൽ എവിടേക്കോ കുളമായി എന്നുള്ളൊരു ഫീൽ ആദ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ സ്പോയിലർ ഇല്ലാതെ പറയാൻ ഞാൻ ശ്രമിക്കാം. വളരെ ഷോർട്ടായിട്ട് വയ്ക്കാനാണ് ഞാൻ നോക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ പറയേണ്ടത് രജനീകാന്തിനെ തന്നെയാണ്. സൂപ്പർ ഓറ പുള്ളിയുടെ 70s പുള്ളി കാണിക്കുന്ന, അല്ലെങ്കിൽ പുള്ളിയുടെ ആ കരിസ്മ, ഒരു സ്റ്റാർട്ടിങ് ഇൻട്രോ സീനിലൊക്കെ പുള്ളിയെ കാണിക്കുമ്പോൾ ഇതാണോ ഇൻട്രോ സീൻ എന്ന് നടത്തുന്ന ആ ഇൻട്രോ സീനെ പുള്ളി ഹൈപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു രീതി, അനിരുദ്ധിൻ്റെ BGM, പുള്ളി തന്നെ സ്റ്റൺസിലോട്ട് വരുമ്പോൾ അൻപറിവ് പുള്ളിക്കാരൻ്റെ ആ ഏജും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന രീതി എല്ലാം സൂപ്പർ. അതിലൊക്കെ ഒരു വേറെ ഏത് നടനെ കൊണ്ടുവന്ന് നിർത്തിയാലും അയ്യേ എന്ന് പറയേണ്ടടുത്ത് പുള്ളി കൈയടി വാങ്ങിച്ച് കൂട്ടുകയാണ്. അതിപ്പോൾ ഇമോഷണൽ സീനാണെങ്കിലും കോമഡി ചെയ്യുന്ന ഇതാണെങ്കിലും പുള്ളി ഓരോ കാര്യങ്ങൾ പുള്ളിയുടെ കയ്യിൽ ഈ കൊടുത്തിരിക്കുന്നത്, പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒരു പാളിച്ചയും വന്നിട്ടില്ല. കഥയിലേക്ക് വരികയാണെങ്കിൽ കഥ അത് കാണാനില്ല. കാരണം കഥ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ തന്നെ ഒരു 1000 പ്രാവശ്യം കണ്ട രജനീകാന്തിൻ്റെ ഒരുപാട് പഴയ സിനിമകളുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആവർത്തനമാണ് ഈ സത്യം പറഞ്ഞാൽ ഇതിനകത്തെ കഥയെന്ന് പറയുന്നത്. നമുക്കറിയാൻ പറ്റും ഇതെങ്ങോട്ടാണ് പോകുന്നത്, എവിടെയാണ് ഇതിൻ്റെ ട്വിസ്റ്റും ടേണും കാര്യങ്ങളും ഒക്കെ വരുന്നത് എന്നുള്ളത്. പക്ഷേ അതിനൊക്കെ ഒരുപാടെടുത്ത് ഡയറക്റ്റ് ചെയ്ത് പുള്ളി സേവ് ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് ചെയ്തിരിക്കുന്ന രീതി വളരെ ഡിഫറെൻ്റ് ആണ്. ഒരു സെയിം റിവെഞ്ച് സീനൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ചുകൂടെ ഹൈ ആയിട്ടാണ്. പക്ഷെ പുള്ളിയുടെ ഓവർ ദ ടോപ്പ് സിനിമകളിൽ, അതായത് ലോകേഷ് കനകരാജനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകളിലൊക്കെ ഒരു വിശ്വസനീയതയുണ്ട്. ഒരു വേൾഡ് ബിൽഡ് ചെയ്തിട്ട് അതിനകത്ത് നടക്കുന്ന ഒരു റിയലിസ്റ്റിക് ഫീലുണ്ട്. ഇച്ചിരി ഓവർ ദ ടോപ്പ് കാണിക്കുകയാണെങ്കിൽ കൂടെ നമുക്ക് അതിലെല്ലാം വിശ്വസിക്കാൻ പറ്റും. ഓക്കെ, ഈ വേൾഡിൽ ഇതൊക്കെ സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നിടത്ത് ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് ലൂപ്പ് ഹോൾസ് നമ്മുടെ മുമ്പിൽ വരും. ഇതിനിപ്പോൾ എന്തിനാ ഇത്രയൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നലുകൾ വരാനുള്ള എനിക്ക് വന്നു. തന്നെ ഒരുപാട് സബ് പ്ലോട്ട്സുകൾ, അതായത് രജനീകാന്തിൻ്റെ ക്യാരക്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സബ് പ്ലോട്ടുകൾ വരുന്നുണ്ട്, വേറെ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഇതുമായിട്ട് ജെല്ലാവുന്നു, അതൊക്കെ ഒട്ടും ഒന്ന് സിങ്കായി വരുന്നില്ല. ഒരു വിശ്വസനീയതയുടെ ഒരു പരിധി വിട്ടിട്ടുള്ള ഒരു കളി ഇതിനകത്ത് കളിച്ചിട്ടുണ്ട്. ചില സമയത്ത് നെൽസൻ്റെ ഒരു മേക്കിംഗ് ഇല്ലേ, അതായത് ഒരു ഡാർക്ക് ഹ്യൂമറൊക്കെ കയറ്റിയിട്ടുള്ള ഒരു മേക്കിങ്ങിൻ്റെ ഒരു ലെവലിലോട്ട് പോയിട്ടുണ്ട്. ഒരു പക്ഷേ രജനീകാന്തിനെ കയ്യിൽ കിട്ടിയതുകൊണ്ട് അങ്ങനത്തെ ഒരു ലെവലിലോട്ട് പോയതാണെന്നും അറിയില്ല. പക്ഷേ എങ്കിൽ അവിടെ ഒട്ട് എത്തിയുമില്ല. ഒരു റിയലിസ്റ്റിക് മോഡിൽ പിന്നെ കഥ തുടരുന്നുമുണ്ട്. സോ അങ്ങനത്തെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. ലോകേഷിൻ്റെ ഒരു പാറ്റേൺ ആ ഒരു സിനിമയിൽ രജനീകാന്തിനെ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ ഇതൊരു ഡിസപ്പോയിൻമെൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതെൻ്റെ ഒരു അഭിപ്രായമായിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് ഹ്യൂജ് സ്റ്റാർ കാസ്റ്റ്, ഈവൻ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്, സർപ്രൈസ് കാസ്റ്റ് ഒന്നും തന്നെയില്ല. ഞാൻ ഇന്നലെ വിചാരിച്ചിരുന്നു മമ്മൂക്ക ഉണ്ടാവും എന്നുള്ളത്. അദ്ദേഹം ഈ പടത്തിലില്ല ഗൈസ്. അദ്ദേഹം ജസ്റ്റ് 50 വർഷം കംപ്ലീറ്റ് ചെയ്ത രജനീകാന്തിനെ ഒന്ന് വിഷ് ചെയ്തു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെറുതെ ഇരുന്ന് ആലോചിച്ച് കൂട്ടിയതാണ്. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ നാഗാർജുന, സൗബിൻ ഷാഹിർ, ഇവർ, നാഗാർജുനയൊക്കെ സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചിലയിടത്തൊക്കെ ഭയങ്കരമായിട്ട് പീക്ക് ചെയ്യുന്നെങ്കിലും ഒരു 80% ഫ്ലാറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ സീരിയസ്ലി കളിയായിട്ട് പറയല്ല, എനിക്ക് മലയാളത്തിലെ നമ്മുടെ സിദ്ദിഖ് ലാലിനെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഈ റോളൊക്കെ കുറച്ചുകൂടെ പുള്ളിയുടെ ഒരു ഓറയ്ക്ക് പീക്ക് ചെയ്യാൻ പറ്റിയേനെ. കാരണം പുള്ളി ഇപ്പോൾ തമിഴ് നന്നായിട്ട് പഠിച്ചു. പുള്ളിയുടെ ആ സൗണ്ടും ഗാംഭീര്യവും ഒക്കെ മതി ആ ഒരു ഇതിന് നാഗാർജുന ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കേണ്ട, അല്ലെങ്കിൽ അവതരിപ്പിച്ചതിലെ പാളിച്ചകൾ ഒരുപാട് ഉണ്ട്. സൗബിൻ്റെ ക്യാരക്ടറും കൊടുത്ത വേഷം പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പാട്ടിനപ്പുറം പുള്ളിക്ക് നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട്. പുള്ളി അത് അത്യാവശ്യം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ മോശം പെർഫോമൻസുകൾ നമ്മളെ വളരെ വിഷമിപ്പിച്ചിരുന്നു ഈ അടുത്ത കാലത്ത്. അങ്ങനെ ഒരു മോശം പെർഫോമൻസ് അല്ല, നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആമീർ ഖാനും ഇങ്ങനെ വന്ന് പോകുന്നുണ്ട്. അത് ട്രെയിലറിൽ വരെ ആ സീൻ കാണിച്ചത് അതൊക്കെ തന്നെയാണ് സിനിമയിലും ഉള്ളത്. അപ്പം അതൊക്കെ എന്തിനായിരുന്നു, അത്രയൊക്കെ കാണിക്കണമായിരുന്നോ ട്രെയിലറിൽ നിന്ന് തോന്നിപ്പോയി. അപ്പോൾ അതൊരു ഭയങ്കര ലെറ്റ് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ ഇതിനകത്ത് രജനീകാന്ത് നമ്പർ 1 പ്രയോറിറ്റി. പുള്ളിയുടെ ഫാനാണ് നിങ്ങളെങ്കിൽ, ഒരു 3 മണിക്കൂർ പുള്ളിയുടെ ഷോ കണ്ടിരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. പക്ഷേ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നിയതും, ഒരു പക്ഷേ ഈ സിനിമയിലെ മിസ്കാസ്റ്റ് ആണെന്ന് ഞാൻ ട്രെയിലർ കണ്ട് വിധി എഴുതിയ ഉപേന്ദ്ര, പുള്ളി ഒരു രക്ഷയില്ല കേട്ടോ. അപ്പാര സ്ക്രീൻ പ്രസൻസ്. രജനീകാന്തിന് നെക്സ്റ്റൊക്കെ വന്ന് നിൽക്കുന്ന, ഇങ്ങനെ പുറകിൽ വന്ന് നിൽക്കുന്ന ഒരു ഇതൊക്കെയുണ്ട്. പുള്ളിയുടെ ഒരു കൊക്കിയിടറ എന്ന് പറഞ്ഞ ട്രെയിലറിലൊരു സീനുണ്ട്. അതിൻ്റെ മൊത്തം നിങ്ങൾ സിനിമയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അസാധ്യമായിട്ട് വന്നിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രുതി ഹാസൻ, പുള്ളിക്കാരി കിട്ടിയ റോള് ത്രൂ ഔട്ട് ഇതുപോലെ തന്നെ രജനീകാന്തിൻ്റെ കൂട്ടത്തിൽ ത്രൂ ഔട്ട് ഉള്ളൊരു റോളാണ്.
നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സത്യരാജൻ്റെ റോള് ശ്രുതിഹാസൻ്റെ അച്ഛൻ ക്യാരക്ടറായിട്ട് വരുന്നത് ഓൾറെഡി അവർ ട്രെയിലറിലും അല്ലാതെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ റോളിൻ്റെ കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് സ്പോയിലറല്ല. അപ്പോൾ അങ്ങനത്തെ റോളൊക്കെ പുള്ളിക്ക് ഈസിയാണ്. പുള്ളി ആ ഒരു എന്താ പറയുക, പുള്ളി ഒരു ചെറിയ രീതി ഓഫ് മൂപ്പൻ റോൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും രജനീകാന്തിനെ എലിവേറ്റ് ചെയ്യാൻ തന്നെയാണ്. അതിപ്പം രജനീകാന്ത് സിനിമകളിൽ അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ പുള്ളി അത് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ എന്താ പറയുക, പ്രൂവൺ ആക്ടേഴ്സാണ്. കട്ടപ്പ പോലെയൊക്കെ ചെയ്ത് നാഷണൽ വൈഡായിട്ടൊരു പേരൊക്കെ എടുത്തൊരു ആളാണ്. പുള്ളിക്ക് ഈ റോളൊക്കെ വളരെ എളുപ്പമാണ്. പുള്ളി അത് നല്ല രീതിയിൽ നല്ല ഇമ്പാക്റ്റോട് കൂടി ചെയ്തിട്ടുണ്ട്. പക്ഷെ മറ്റ് സ്റ്റാർ കാസ്റ്റുകളെല്ലാം ഭയങ്കര ലെറ്റ് ഡൗൺ ആയിരുന്നു. ബിലീവബിലിറ്റി ഒരു വലിയ വിഷയമാണ്. ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഈവൻ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ രജനീകാന്തിൻ്റെ ഓറ പീക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. പുള്ളിയുടെ മാസ് ഡയലോഗും കാര്യങ്ങളും. പുള്ളിക്ക് ഇതിനകത്തൊരു മൊണോലോഗുണ്ട്. നാഗാർജുനയ്ക്ക് ഓപ്പോസിറ്റ് ഇരുന്നിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പറയുന്നതിൽ ലോജിക് ഇല്ലായ്മ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ പുള്ളി അത് പറയുന്ന ഒരു പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതിയും പുള്ളി അതിന് ശേഷം കാണിച്ചു കൂട്ടുന്ന കുറേ പരിപാടികളും ഒക്കെ തീയാണ്. അതുകൊണ്ടൊരു തീപ്പൊരി രജനീകാന്ത്. പക്ഷേ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് പുള്ളിയുടെ കൂലിയായിട്ടുള്ള ഒരു പാസ്റ്റ് കാണിക്കുന്നുണ്ട്. AI ജനറേറ്റഡ് ഇമേജസും അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ സഹായത്തോടു കൂടി ചെയ്തിരിക്കുന്നതാണ്. ഇടിവെട്ട് അതിനകത്തൊരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പുള്ളി വരുന്നൊരു വരവൊക്കെ ഉണ്ട്. അതൊക്കെ ഹൈ ഗൂസ് പംപ്സ് മൊമെൻ്റ് ആണ്. സോ അത് ആലോചിച്ച് ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഒരു ലെറ്റ് ഡൗണും ആകില്ല. പക്ഷെ ഒരു ലോകേഷ് മേക്കിങ്ങിൽ രജനീകാന്തിനെ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ട്വിസ്റ്റും ടേൺസും സപ്ലോട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും എഫക്റ്റീവായിട്ട് സ്ക്രീനിൽ വന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഈ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾ കണ്ടു നോക്കുക. അങ്ങനെ ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ രജനീകാന്ത് വിത്ത് ഗ്രേറ്റ് ഓറ ആൻഡ് സ്ക്രീൻ പ്രസൻസ്, അൻപറിവിൻ്റെ വെൽ കൊറിയോഗ്രാഫ്ഡ് ഫൈറ്റ് സീക്വൻസ്, അനിരുദ്ധിൻ്റെ നല്ല BGM, ഉപേന്ദ്രയുടെ അടിപൊളി സ്ക്രീൻ പ്രസൻസ്, കുറച്ച് നല്ല പെർഫോമൻസുകളുള്ള ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ആർട്ടിസ്റ്റ്. പക്ഷേ ഒരു ലോകേഷ് കനകരാജ് പടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും എത്തിയിട്ടില്ല. പുള്ളിയുടെ റെട്രോ സോങ്ങിൻ്റെ പരിപാടി അത് പുള്ളി ഇനി കുറച്ച് കാലത്തേക്കെങ്കിലും വിട്ടുപിടിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതൊന്നും ഒത്തില്ല. അങ്ങനെ ചെറിയ ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിലും തീവ്ര രജനി ഫാനുകൾക്ക് ഞാൻ തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ സജസ്റ്റ് ചെയ്യുന്നു. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. Please do subscribe the channel. Appo see you on next video.